ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാഡം വെബ്, അതായത് നമ്മുടെ സോണിയുടെ അടുത്തായിട്ട് വരാൻ പോകുന്ന നെക്സ്റ്റ് മൂവിയാണ് മാഡം വെബ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പടത്തിൻ്റെ ആദ്യത്തെ ഒരു ഒഫീഷ്യൽ ക്ലിപ്പ് അവരിപ്പോൾ ഒഫീഷ്യലി യൂട്യൂബിൽ തന്നെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സോണിയുടെ ചാനലിനകത്ത് വന്നിട്ടില്ല, മറ്റ് ചാനലിനകത്തൊക്കെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി റിയാക്ട് ചെയ്യാൻ പോവുകയാണ്, എന്തൊക്കെയാണ് ഇവർ ഈ പടത്തിൽ കൂടെ കാണിക്കാൻ പോകുന്നതെന്ന്. അല്ലാതെ ഈ ഒരു പടത്തുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ മാർവൽ ഫാൻ അല്ലെങ്കിൽ ഒരു സ്പൈഡർമാൻ ഫാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അതിനെപ്പറ്റി നമുക്ക് ഒരു വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം. അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അത് ഞാൻ മെയിനായിട്ട് ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണം. ഏകദേശം നമ്മുടെ ലോക്കി സീസൺ 2-നകത്ത് നമ്മളെ ലോക്കി ചെയ്ത പോലെയൊക്കെ എനിക്ക് ഇതിനകത്ത് തോന്നുന്നുണ്ട്. നമ്മുടെ ടൈം സ്ലിപ്പിങ് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് എന്തോ ഒരു സംഭവം, അതായത് ഈ ഒരു ടൈം റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു തരം പവർ നമ്മുടെ മാഡം വെബിലുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. എന്തുവാണെന്ന് നമുക്ക് പടം ഇറങ്ങിയാലും അറിയാനും പറ്റത്തുള്ളൂ. അപ്പം ഈ വരുന്ന വില്ലനാരെ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഇസക്കിയൽ എന്നുള്ള ആ ഒരു ക്യാരക്ടറാണ്. അതായത് നമ്മുടെ സ്പൈഡർമാൻ്റെ ഒരു പാരഡി വെർഷൻ രീതിയിലുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ഏകദേശം നമ്മുടെ ബോയ്സിലൊക്കെ മാർവലിൻ്റെ ഒരു മെയിൻ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഒരു പാരഡി വെർഷനിൽ വന്നാൽ അങ്ങനെ ഇരിക്കും. അതേപോലെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ക്യാരക്ടറിൻ്റെ അപ്പോൾ ഇത്രയുള്ള സംഭവം. ഞാൻ ജസ്റ്റ് കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. അപ്പം കൂടുതൽ പറയുന്നില്ല. എന്തായാലും ഇപ്പോൾ ഇത്രയും ക്ലിപ്പേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരക്ടർ വരെ 3 കൂടെ പിടിക്കാൻ വരുന്ന രീതിയിലുള്ള കുറച്ച് സീനാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് വരുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് ഈ ഒരു ക്യാരക്ടർ നമ്മുടെ സ്പൈഡർമാൻ്റെ ഒരു യങ്ങർ വെർഷൻ അല്ല, അത് ചെറിയൊരു വെർഷനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം അത് തടയാൻ വേണ്ടി നമ്മുടെ മാഡം വെബ് പോയി 3 സ്പൈഡർ വുമൻസിനെ ടീമപ്പ് അയക്കുന്നതാണ് പടത്തിൽ മെയിനായിട്ടും കാണിക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു സംഭവം ഈ ഒരു പടത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞെന്നാണ് നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്ലിപ്പിനകത്ത് വലിയൊരു സംഭവം എടുത്ത് കാണിച്ചില്ലെങ്കിലും പടത്തിനകത്തും ഒന്നും കാണത്തില്ലെന്നാണ് തോന്നുന്നത്. കാരണം സ്പൈഡർമാൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവവും ഈ ഒരു പടത്തിൽ നിന്ന് റിമൂവ് ആക്കിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്തോ സംഭവം എന്നൊക്കെ നമുക്ക് പടം ഇറങ്ങിയതിന് ശേഷം അറിയാനും പറ്റത്തുള്ളൂ. അപ്പം ആരൊക്കെ നമ്മുടെ ഈ ഒരു മാഡം വെബ് എന്നുള്ള പടത്തിന് വേണ്ടി ഹൈപ്ഡ് ആണെന്നുള്ള കാര്യം ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഈ ഒരു ക്ലിപ്പിനകത്ത് ജസ്റ്റ് ആ ഒരു ക്യാരക്ടർ വരെ 3 പിടിക്കാൻ വരുന്ന രീതിയിലുള്ള കുറച്ച് ക്ലിപ്സ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ടീസർ ട്രെയിലർ വരുന്നെങ്കിൽ ഇതേപോലെ ജസ്റ്റ് റിയാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയായിരിക്കും. കാരണം കോപ്പിറൈറ്റും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. ഇനിയിപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഇങ്ങനെ ക്ലിപ്പിങ് പോസ് ചെയ്ത് പറഞ്ഞു പോകുന്ന രീതിയിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. കാരണം ഇത് ഫസ്റ്റ് വീഡിയോയിലാണ് ഇങ്ങനെ റിയാക്റ്റും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കശപിശകുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കണം. അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് വലിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. നെക്സ്റ്റ് വീഡിയോ കാണാൻ വരെ എല്ലാവർക്കും ബൈ ഗൈസ്.